വളരെ നല്ല ഒരു സർവീസാണ് നിങ്ങളുടെ. ഹലോ ഗൈസ്, വെൽക്കം ടു വിറ്റ്വേഴ്സ്. അന്ന് ഒരു എൻഗേജിന് വന്ന എൻ്റെ കല്യാണമാണെന്ന് വർക്കിന് വന്നിട്ട് ഇവിടെ പോപ്പ് പൊട്ടിച്ച് കളിക്കണേ. നിലത്ത് വീട് പൊട്ടിയാക്കാൻ ഇതാണല്ലോ അവസ്ഥ. പക്ഷേ ഇന്നത്തെ സ്റ്റാർ ഓഫ് തന്നെ പൊട്ടിച്ചായിരുന്നു. പെണ്ണിന്റെ അച്ഛൻ വന്നിട്ട് ചോദിച്ചു ഇന്നലെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നലെ പരിപാടി ഒന്നും അധികം ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതല്ല, ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അല്ല, ഇന്നലെ പരിപാടി അധികം ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോസൊക്കെ ഞാൻ ആക്ച്വലി ഫുഡൊന്നല്ല കേട്ടത്, ഫോട്ടോ പുള്ളി ഫുഡെന്ന് പറഞ്ഞു. ഉണ്ണിച്ചേട്ടൻ വേറെ എന്തൊക്കെയാണ് തൃശ്ശൂർ പൂരം നന്നായത് പാറമേക്കാവിന്റെ വെടിക്കെട്ട് തിരുവമ്പാടിയാണ്. ഞങ്ങൾ ഇവിടെ നേരത്തെ വന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നു അല്ലേ? ആനന്ദ് ലൈറ്റൊക്കെ വെക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ കാണാം. ചങ്ങായി വരെയും കൊണ്ട് ഒരു കണ്ടത്തിലല്ല പാടത്ത് വന്നേക്കാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. പാടത്തുനിന്ന് ഞങ്ങൾ വെള്ളത്തിരിക്കുന്നു. ഞങ്ങൾ പൊന്നെ ഷൂട്ടാണ്. അതിനോട് ഏതോ ചേച്ചിക്ക് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ ഗൈസ്. ഫുഡ് കഴിക്കാൻ സമയമാകുമ്പോൾ കാണാം അല്ലേ? ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ എത്തട്ടെ, ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇതിനിപ്പോൾ ഇവിടെ ചോറിടും. നീ അങ്ങനെ ഒന്നും ചോറെത്തി ഞങ്ങൾ കഴിച്ചോട്ടെ. കൊള്ളാം ഗൈസ്, നമ്മുടെ തൃപ്പൂണിത്തുറയിലെ ഫുഡാണ് അല്ലേ? അനന്തൊക്കെ എന്തോ രാഷ്ട്രം കൊടുക്കാൻ പോയേക്കുന്നു. ഞാനൊക്കെ അതെ, അവരുടെ സദ്യയാണ്. ഞങ്ങൾ വിളമ്പാൻ പോയി പൈസ ഉണ്ടാക്കിയൊരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങൾ തിന്നെടുക്കട്ടെ ഗൈസ്. ഗൈസ്, നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോകണം. എല്ലാവരും പാക്ക് ചെയ്ത് സെറ്റായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണാണ് പോകാൻ വേണ്ടി. അമ്മുവിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല ശാന്ത സ്വഭാവമുള്ളൊരു കുട്ടിയാണ്. അവളുടെ ചിക്കൻ കാലിൽ ആരെങ്കിലും കൈ വെച്ച് കഴിഞ്ഞാൽ അവൾ ഭദ്രകാളിയായി തുള്ളി കയറ്റി നൂത്തി പിടിക്കും. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പം അതൊക്കെ അനന്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുവാണ്. 26 കൊല്ലം മുമ്പ് എൻ്റെ കയ്യിലേക്ക് ഡോക്ടർ ഒരു വെള്ള തുണിയിൽ പോയിഞ്ഞു വന്നൊരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ഇന്ന് അതേ കൊച്ചുകുട്ടി കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞതിനപ്പോഴത്തേക്ക് ഞാനത് അനന്തിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. ഇനി അവനായിട്ട് അതിനെ പരിപാലിച്ച് കൊണ്ടു നടക്കണം. നാളെ നിങ്ങൾ പറയുവാണെങ്കിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇവർ രണ്ടുപേരും ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല. രണ്ടുപേരും കുറച്ച് വാശി കാര്യങ്ങൾ, അവളുടേതായ കാര്യങ്ങൾക്ക് കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹാപ്പിയാണ് സന്തോഷം. ഇന്ന് അമ്മൂനെ മറ്റേ ബ്രൈഡിന്റെ ഒരു വേഷത്തിലൊക്കെ കണ്ടപ്പോ എൻ്റെ അതേക്കുള്ള സ്വപ്നമാണ്. അമ്മക്ക് എന്താ പറയാ? കൊച്ചിലെ തൊട്ട് ഇവരുടെ അച്ഛൻ പുറത്തായിരുന്നു. അപ്പം അത് കാരണം ഇവർ രണ്ടുപേരും ഇങ്ങനെ എൻ്റെ ഇടവും വലവും കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ പെട്ടെന്ന് രണ്ടുപേരിൽ ഒരാളിങ്ങനെ അകന്നു പോയപ്പോൾ ഉള്ളൊരു അവൻ കാര്യം കുറച്ച് നാൾ മുമ്പ് പുറത്തേക്ക് പോയായിരുന്നു. കാര്യം അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾ തന്നെയാണെങ്കിലും അവളുടെ എല്ലാം എന്ന് പറയുന്നത് അവളുടെ ചേട്ടനാണ്. അച്ഛനായിട്ടും ചേട്ടനായിട്ടും എല്ലാം അവൾക്ക് ഇതാണ്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവളുടെ അവസാന തീരുമാനം എന്ന് പറയുന്നത് അവളുടെ ചേട്ടനാണ്. അവൻ ശരിക്കും പറഞ്ഞാൽ അവളുടെ ഒരു കൂടപ്പിറപ്പല്ല. പക്ഷെ അവളുടെ അച്ഛനെ എന്താ പറയുക എനിക്കറിയില്ല. അത്രയ്ക്ക് പക്ഷെ ഇപ്പം ഇനിയിപ്പം ഞങ്ങൾ തിരിച്ചെങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കയറും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്നത്തെ ഒരു ദിവസം അവളെ എന്നായാലും അവളങ്ങനെ പോകേണ്ട ഒരു കുട്ടിയാണെന്ന് അറിയാം. പക്ഷെ എന്നിരുന്നാലും ഇന്നത്തെ ദിവസം ഇനി വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവിടെ ഒരു ശൂന്യത, ആ ഒരു അതൊരു വിഷമം തന്നെയാണ്. പെൺകുട്ടിയല്ലേ, പോയല്ലേ പറ്റുള്ളൂ. പക്ഷെ അവള് അധികം മാറി നിൽക്കില്ല. അവള് വേഗം വരും, എൻ്റെ അടുത്തേക്ക് ഓടി തന്നെ വരും.
സന്തോഷമുണ്ട്. ആ ഒരു ആ ഒരു ഇത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. അവൾക്ക് ഇഷ്ടമായിട്ട് ഒരു നല്ലൊരു രീതിയിലൊരു അവൾ ആഗ്രഹിച്ച പോലെ തന്നെ അവളെ ഒരുക്കി ഇറക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം. അതിനെല്ലാം അവളുടെ ചേട്ടൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, ഒരു ഡ്രസ്സും ഒരു ഓർണമെന്റ്സും എല്ലാം സെലക്ട് ചെയ്തത് അവളുടെ ചേട്ടൻ തന്നെയാണ്. അപ്പുവിന്റെ പാപ്പയാണ് അവള്. അപ്പുവിന്റെ പാപ്പ ആരാന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞു പാപ്പയായിരുന്നു അവള്. പിന്നെ അനന്തൻ, അവൻ നല്ലൊരു പയ്യനാണ്, എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാണോ അവളെ നോക്കിയത് അതുപോലെ തന്നെ അവൻ നോക്കും, ഉറപ്പ്. അതിന് ഗുരുവായൂരപ്പ ഭക്തിയാണ് ഞാൻ. എനിക്ക് ഗുരുവായൂരപ്പൻ തന്നതാണ് അവന്. എൻ്റെ മോനും വിഷ്ണു എന്നാ പേര്. അവൻ അനന്തകൃഷ്ണൻ. ഇപ്പോൾ ഒരു മകനെ കൂടെ എനിക്ക്. പക്ഷെ എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ക്ഷമ, നിങ്ങൾ എന്താ പറയുക, മറ്റുള്ള ആ വീട്ടിൽ നിന്ന് വന്ന 2 ക്യാമറ, ഞങ്ങളത് എല്ലാവരും പറയുക. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ക്യാമറമാൻ അല്ല അത്, പക്ഷെ നിങ്ങളുടെ ക്ഷമ സമ്മതിച്ചു. കാരണം ഞാൻ വന്ന് ബ്രോരെ വിളിച്ചോ പറഞ്ഞില്ല, അത് നമ്മളെ ഏൽപ്പിച്ച ഫോട്ടോഗ്രാഫർ ഒരു ആക്സിഡന്റ് പറ്റിയത്. ഞങ്ങൾക്ക് പണി പാളി നിൽക്കുന്ന സമയത്ത് ആണ് വിളിച്ചത്. അപ്പൊ തന്നെ ഇതായി അന്നത്തെ ഫോട്ടോസ് എല്ലാം കണ്ട് എല്ലാവരെയും കാണിച്ചപ്പോൾ അടിപൊളി അഭിപ്രായം. ശരിക്കും നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ഉൾക്കൊണ്ട്, ഞങ്ങളുടെ വീട് ഉൾക്കൊണ്ട് ഫോട്ടോ എടുത്ത പോലത്തെ ഒരു അവസ്ഥയായി. കാരണം ഞങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും, വെള്ളം കുടിച്ചോന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, അത്ര നല്ല ഒരു സർവീസാണ് നിങ്ങളുടെ. എന്തായാലും എൻ്റെ അടുത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളുടെ ശരി. ഞങ്ങളുടെ ആത്മാർത്ഥമായ വർക്കിന്റെ ഇതായിട്ട് ഉണ്ണിച്ചേട്ടന് ഉണ്ണിച്ചേട്ടന്റെ കൈവേന എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചത്. അത് ഒന്നുമില്ല, ഇവനാണെങ്കിൽ ഇരിക്കുന്ന രാവിലെ മുതലേ ഇവ ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന കണ്ടപ്പോഴേ പുള്ളിക്കാരന് ഭയങ്കര വിഷമം. എന്തെങ്കിലും കൊടുക്കണം. അവസാനം കിട്ടിയത് ഇത്രയാണ്. മാത്രല്ല പഴം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അനന്തരം നോട്ടം കണ്ടപ്പോ അവർക്ക് ഇത് മനസ്സലിവ് എനിക്ക് പോകേണ്ട വഴി അറിയാം, അതുകൊണ്ട് ഞാൻ എടുത്തതാ. ആ വഴിയും പോവാടാ. ആക്ച്വലി ആ വഴിയാണ് എടുത്തത്. ഇവന്മാർക്ക് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു കൊടുത്തതിന് ഇവന്മാർക്ക് പറഞ്ഞു മനസ്സിലാക്കി വരാൻ നേരത്തെ ഇവന്മാർ എന്നെ ട്രോളും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ആക്ച്വലി അടിപൊളി ഒരു ദിവസമായിരുന്നു. ക്ലയന്റ് ഒക്കെ വൻ സാറ്റിസ്ഫൈഡ്. ഇനി പടം കൊടുക്കുമ്പോ ബാക്കി അറിയാം. ശരി. മഞ്ഞഴിക്ക് ഉണ്ണിച്ചേട്ടന് സ്റ്റാൻഡ് എടുക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തായിരുന്നോ? നോക്കട്ടെ കൈ. നമ്മ സ്റ്റാൻഡൊക്കെ എടുത്താൻ പോയിട്ട് സ്റ്റാൻഡ് എടുത്തില്ല. നമ്മ ഓർഡർ കൊടുത്തിട്ട് നേരെ ഇങ്ങ പോന്ന് വീട്ടിലേക്ക്. ഞാനെൻ്റെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഇച്ചപ്പനെ കൊണ്ട് ഹെൽമെറ്റ് അടയാ വന്ന്. അവന് ഒരു ഹെൽമെറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ RLV കോളേജില്ലേ നമ്മുടെ തൃപ്പൂണിത്തറ, അവിടുത്തെ ഹെൽമെറ്റ് അടയാ വന്ന് സാധനം എടുത്ത് ഇച്ചപ്പനോടെ ഉണ്ട്. ഞങ്ങൾ നേരെ ഇനി വീട്ടിൽ പോട്ടെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് നേരെ കിടന്നുറങ്ങട്ടെ ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ്, ബൈ.